ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 128 ഭാഗത്തിൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ആണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കഥയും സംവിധാനവും സത്യൻ അന്തിക്കാട് ചെയ്ത് തിരക്കഥയും സംഭാഷണവും ശ്രീനിവാസൻ എഴുതി കാസിനോ ഫിലിംസിൻ്റെ ബാനറിൽ രാജൻ മാത്യു നിർമ്മിച്ച് 1986 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാൽ, ശ്രീനിവാസൻ, കാർത്തിക എന്നിവരാണ്. കൂടാതെ മമ്മൂട്ടി ഗസ്റ്റ് റോളിലും അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ശ്യാമാണ്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം വിപിൻ മോഹനും എഡിറ്റിംഗ് കെ നാരായണനും നിർവഹിച്ചിരിക്കുന്നു. 150 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം 1986 ജൂലൈ 4 സെഞ്ച്വറി ഫിലിംസ് പ്രദർശനത്തിനായി തിയേറ്ററുകളിൽ എത്തിച്ചു. ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി മാറിയ ഈ ചിത്രം നിരൂപക പ്രശംസയും നേടിയെടുത്തിട്ടുണ്ട്. ഈ ചിത്രം 1987 തെലുങ്കിൽ ഗാന്ധിനഗർ രണ്ടവ വീതി എന്ന പേരിലും PN രാമചന്ദ്രൻ റാവു ആയിരുന്നു അതിൻ്റെ സംവിധായകൻ. 1988 തമിഴിൽ അണ്ണാ നഗർ മുതൽ തെരു എന്ന പേരിൽ രാജേന്ദ്ര പ്രസാദും റീമേക്ക് ചെയ്യുകയുണ്ടായി. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന മലയാള ചലച്ചിത്രത്തിലെ ഗാനങ്ങളുടെ വരികൾ എഴുതിയത് ബിച്ചു തിരുമലയും സംഗീതം നൽകിയത് ശ്യാമുവാണ്. ഈ ഗാനങ്ങൾ ആലപിച്ചത് ഉണ്ണിമേനോൻ, KJ യേശുദാസ്, KS ചിത്ര എന്നിവരാണ്. ഗാനങ്ങൾ: ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, ഇലവിഴത്തുമ്പുകളിളം മഞ്ഞുതിരും തളിർമരക്കൊമ്പുകളിൽ തഴുകി വരും തെന്നലിലും കഥ പറയാനൊരു ശിശിരം എന്ന ഗാനവും തുടർക്കിനാക്കളെ തുടിച്ചുയർന്നുവാ പെടുന്നു പോലെ നിൻ ഒരു അമൃതുമായി വാ എന്ന ഗാനവുമാണ്. ഈ ഗാനങ്ങളിലെ ലിറിക്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമല്ലോ, നന്നായിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മോഹൻലാൽ സേതു എന്ന രാംസിംഗ്, കാർത്തിക മായ, ശ്രീനിവാസൻ മാധവൻ സേതുവിൻ്റെ ഫ്രണ്ട്, സീമ നിർമ്മല, തിലകൻ മായയുടെ അച്ഛൻ, സുകുമാരി മിസ്സിസ് വർക്കി, കോളനിയുടെ പ്രസിഡന്റ് CI പോൾ വർക്കി, KPSC ലളിത ഭാരതി, ശങ്കരാടി കുട്ടിച്ചൻ, ഇന്നസെൻ്റ് പോലീസ് കോൺസ്റ്റബിൾ, അശോകൻ ടോമി, കൂടാതെ മാമുക്കോയ, ജനാർദ്ദനൻ, അഗസ്റ്റിൻ എന്നിവരും നിർമ്മലയുടെ ഭർത്താവായ ബാലചന്ദ്രനായും മമ്മൂട്ടി അവസാന സീനുകളിൽ ഗസ്റ്റ് റോളായും എത്തുന്നുണ്ട്. ജോലിയൊന്നും ഇല്ലാതെ നാട്ടിൽ നിന്നും ജോലി തേടി മാധവനടുത്തെത്തുന്ന സേതുവിനെ ഒഴിവാക്കാൻ മാധവൻ പല വഴികളും നോക്കുന്നു. എങ്കിലും മാധവൻ്റെ ഉള്ളിൽ മാധവൻ്റെ അമ്മ തൻ്റെ ബാല്യകാലത്ത് സഹായിച്ചു എന്ന കടപ്പാടും സുഹൃത്തിനോടുള്ള സ്നേഹവും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തൻ്റെ സഹോദരിയും അമ്മയും കൂടെയുള്ള തൻ്റെ വീട്ടിൽ സേതുവിനെ താമസിപ്പിക്കുവാനും മാധവന് ബുദ്ധിമുട്ട് തോന്നുന്നു. ഒടുവിൽ സേതുവിന് ഒരു ജോലി സംഘടിപ്പിക്കുവാൻ മാധവൻ ശ്രമിക്കുന്നു. ആ സമയത്താണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ഇടത്തരം വീട്ടുകാർ താമസിക്കുന്ന വീടുകളാണുള്ളത്. അവിടെ തുടർച്ചയായ കവർച്ചകൾ നടക്കുന്നു എന്നും അതിനാൽ ഒരു ഗൂർഖയെ നിയമിക്കാൻ അവരുടെ അസോസിയേഷൻ തീരുമാനിച്ചു എന്നുമുള്ള വിവരം ഗാന്ധിനഗറിൽ തന്നെയുള്ള ഒരു കെട്ടിടത്തിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന മാധവൻ അറിയാൻ ഇടയാവുന്നു. അവരുടെ ആവശ്യം നിറവേറ്റുന്നതിനായി തൻ്റെ കൂട്ടുകാരൻ സേതുവിനെ നേപ്പാളിൽ നിന്നും കുടിയേറിയ രാംസിംഗ് ആണെന്ന് കോളനിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഗൂർഖയുടെ വേഷത്തിൽ ആ ജോലി സംഘടിപ്പിച്ച് നൽകുന്നു. പ്രീ സ്കൂൾ അധ്യാപികയായ നിർമ്മലയുടെ ഭർത്താവ് ഗൾഫിലായതിനാൽ നിർമ്മല വഴി ഗൾഫിലേക്ക് പോകാൻ അവസരം ലഭിക്കും എന്ന മാധവൻ്റെ പ്രേരണപ്രകാരം നിർമ്മല ടീച്ചറുമായി ഗൂർഖയായി വന്ന രാംസിംഗ് നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നു. ഇതിനിടയിൽ കള്ളനെ പിടിച്ചേ തീരൂ എന്ന് പ്രസിഡൻ്റായ മിസ്സിസ് വർക്കി നിർബന്ധം പിടിക്കുമ്പോൾ മാധവൻ കള്ളനായി അഭിനയിക്കാമെന്ന് തീരുമാനിക്കുന്നു.
അപ്രകാരം മാധവൻ കള്ളനായി വരുമ്പോൾ ഗൂർഖയായ രാംസിംഗ് പിടികൂടണം എന്നായിരുന്നു മാധവനും രാംസിംഗും തമ്മിൽ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മാധവൻ കള്ളനായി അഭിനയിക്കുന്നതിനിടയിൽ മാധവനെ നാട്ടുകാർ ചേർന്ന് പിടികൂടുകയും അത് മാധവനാണെന്ന് തിരിച്ചറിയുകയും അയാളുടെ അവിടുത്തെ ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ അയാൾ ബാംഗ്ലൂരിലേക്ക് സ്ഥലം മാറ്റി ജോലി മാറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശാന്തമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അയൽപ്പക്കത്ത് പോലീസ് ഇൻസ്പെക്ടറായ മായയുടെ അച്ഛനും കുടുംബവും താമസത്തിനായി എത്തുന്നത്. പോലീസ് ഇൻസ്പെക്ടറുടെ മകൾ മായയെ കണ്ട സേതു ഞെട്ടി. അയാളുടെ ഭൂതകാലത്തെക്കുറിച്ച് ഓർക്കുന്നു. 3 വർഷം മുമ്പ് സേതുവും മായയും സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദ ബന്ധം പിന്നീട് അവർ പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. പിന്നെ ചില തെറ്റിദ്ധാരണകൾ മൂലം അവർക്ക് വേർപിരിയേണ്ടിയും വന്നു. സേതു അന്നു തനിക്ക് സംഭവിച്ച തെറ്റിന് മായയോട് മാപ്പ് പറയുന്നു എങ്കിലും മായ സേതുവിനോട് പഴയ അടുപ്പം കാണിക്കുന്നില്ല. രാംസിംഗ് യഥാർത്ഥത്തിൽ സേതു ആണെന്ന വിവരം അറിയാവുന്ന നിർമ്മലയോട് സേതുവും മായയുമായുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് സേതു പറയുന്നുണ്ട്. ഒരിക്കൽ മായയോട് അപമര്യാദയായി പെരുമാറുന്ന കോളനിയുടെ പ്രസിഡന്റിൻ്റെ മകൻ കൂടിയായ ടോമിയെ സേതുവിന് തല്ലേണ്ടി വരുന്നു. ഈ സംഭവത്തിൽ കോളനിക്കാരെ മുഴുവൻ ടോമിയും പ്രസിഡന്റും കൂടി തെറ്റിദ്ധരിപ്പിച്ച് സേതുവിനെതിരെ തിരിക്കുന്നു. നിർമ്മല മാത്രം സേതുവിനൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിർമ്മലയും സേതുവിനെയും ചേർത്ത് അപവാദ കഥകൾ കോളനിയിൽ പടർത്തുകയും ആ സമയത്ത് നിർമ്മലയുടെ ഭർത്താവ് ബാലചന്ദ്രൻ ഗൾഫിൽ നിന്നും മടങ്ങി വരികയും ചെയ്യുന്നു. ബാലചന്ദ്രനോടും സേതുവിനെയും നിർമ്മലയെയും കുറിച്ച് അപവാദ കഥകൾ കോളനിക്കാർ പറയുന്നു. പക്ഷേ നേരത്തെ തന്നെ സത്യം മനസ്സിലാക്കിയിരുന്ന ബാലചന്ദ്രൻ അവരുടെ നാവടപ്പിക്കുന്നു. മായയും സേതുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവരുടെ വിവാഹത്തെക്കുറിച്ചും മായയുടെ അച്ഛനോട് സംസാരിക്കുകയും ബാലചന്ദ്രൻ ചെയ്യുന്നു. അപ്പോഴാണ് സേതു മായ ഒരു വിധവയാണ് എന്ന സത്യം മനസ്സിലാക്കുന്നത്. ബാലചന്ദ്രൻ സേതുവിന് ഗൾഫിൽ ജോലി ശരിയാക്കി കൂടെ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ഗൾഫിലേക്ക് പോകും വഴി സേതു മായയെ കാണാൻ എത്തുകയും തനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മായ കാത്തിരിക്കും എന്ന സൂചന നൽകിക്കൊണ്ട് ചിത്രം അവസാനിക്കുന്നു. 1986 ലാൽ ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ അഭിനയ മികവ് കൊണ്ട് മികച്ച ചിത്രങ്ങളായി മാറിയ ചിത്രങ്ങളാണ്. മോഹൻലാൽ കാർത്തിക കോംബോ പ്രേക്ഷകരുടെ ഇഷ്ടജോഡിയായി മാറുകയും ചെയ്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു 1986. ചിത്രത്തിൻ്റെ കോപ്പി യൂട്യൂബിലും മറ്റു OTT പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ ലഭ്യമാണ്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.